ഇന്നത്തെ വീഡിയോ ഒരു 3 വയസ്സായ ഒരു കുട്ടിക്കുള്ള ഉടുപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചട്ടയിൽ നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ലൈനിങ്ങിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഈ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇരട്ട കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യാം. നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടണം. അതായത് വണ്ണത്തിനുള്ള തയ്യൽ തുമ്പ് മാത്രം എക്സ്ട്രാ ഇടണം. ബാക്കിയൊക്കെ നമ്മൾ അധികം എടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഷോൾഡർ 2 ഇഞ്ച് ഷോൾഡറാണ്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ത്ത് യോക്കിൻ്റെ ലെങ്ത്ത് ഭാഗം നമുക്ക് 8.5 വേണ്ടത്. അപ്പോൾ അത് നമ്മൾ 9.5 തന്നെയാണ് ആ ചട്ടയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ണത്തിന് ആവശ്യമായ തയ്യൽ തുമ്പ് മാത്രം നമ്മൾ എക്സ്ട്രാ എടുത്തത് 1, 1.5 ഇഞ്ച് എത്ര വെച്ചാൽ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിതിൻ്റെ ബാക്ക് പാർട്ട് അളവെടുക്കുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ച് അര ഇഞ്ചോ വിട്ടിട്ട് വേണം നമ്മൾ അളവ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യേണ്ടതുകൊണ്ടാണ് ഒരു 1/4 ഇഞ്ച് ഡിഫറൻസ് കൊടുക്കുന്നത്. ഇനി നമ്മളതുപോലെ തന്നെ ബാക്കിയുള്ള നല്ല മെറ്റീരിയൽ നമ്മളതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം നമുക്കിത് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെന്താ പറയാമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് സെൻറ്ററൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒറ്റ പീസാക്കിയിട്ട് എടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് അതുപോലെ നല്ല മെറ്റീരിയലിൻ്റെ ചീത്ത ഭാഗത്ത് പതിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നീളത്തിലുള്ളൊരു പീസ് കൂടി എടുത്തിട്ട് നമ്മൾ നല്ല ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ആ നെക്കിൻ്റെ താഴ്ഭാഗത്തു കൂടി നമ്മൾ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിൽ കട്ട് ചെയ്തെടുത്ത് കൊടുക്കുക. എന്നാൽ നമ്മളത് തിരിച്ചിടാൻ പാകത്തിൽ ചെറിയ കട്ടിങ് കൊടുക്കണം. അപ്പോൾ തിരിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ കട്ടിങ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട് ചെറുങ്ങനെ വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുത്ത് നമ്മൾ ആ ഒരു വക്കത്തുകൂടി ചെറിയൊരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മൾ താഴത്തെ ഭാഗത്തുകൂടി ഒരു ഡിസൈൻ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു ലേസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു എന്താ പറയുക ആ വെക്കുന്ന അതിന് ഒന്നുകൂടി ഒന്ന് ഭംഗി കിട്ടാനും ഒന്ന് എടുത്ത് പിടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ലേസൊക്കെ വെച്ച് കൊടുത്തത്. അപ്പോൾ സെയിം കളർ തന്നെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു ഉദ്ദേശമില്ലായിരുന്നു കേട്ടോ ആദ്യം നമുക്ക് ആ ലേസ് വെച്ച് കൊടുക്കണം എന്നുള്ള. അപ്പം വെച്ച് നോക്കിയാലോ എനിക്കൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെറിയൊരു ലേസും വെച്ച് കൊടുത്താണ്. അപ്പോൾ അത് ലേസ് വെച്ച് ആ നെക്കിൻ്റെ ആ ഭാഗം നമ്മൾ ആദ്യം തയ്ക്കും. അതിന് ശേഷം നമ്മളത് ആ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് ഡിഫറൻസിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കൈക്കുഴിയും അതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ചെറിയ കട്ടിങ് ഇട്ടിട്ട് നമ്മളത് തിരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈക്കുഴിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം എനിക്ക് തോന്നിയ ഫ്രണ്ടിൽ നമ്മൾ ഒരു ചെറിയൊരു ബെൽറ്റ് പോലെ വെക്കണമെന്ന്. അപ്പോൾ നമ്മളിനി ബെൽറ്റിന് വേണ്ട കാര്യം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിൽ നമ്മൾ അതുപോലെ ഒരു 3 ഇഞ്ച് വിടത്തിൽ 3 ഇഞ്ചല്ല മൊത്തം 6 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അത് മടക്കിയിട്ട് 3 ഇഞ്ചാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ചരിച്ച് വെട്ടിയിട്ടുണ്ടാകുമല്ലോ സൈഡിലേക്ക്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ ആ ബെൽറ്റിൻ്റെ മുകളിൽ ഒരു ഇഞ്ച് വീതിയുള്ള ബെൽറ്റാണ് വെക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു 1.5 ഇഞ്ച് സെൻറ്ററിൽ മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ 2 സെൻറ്ററോട് നമ്മൾ ഒരുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ബെൽറ്റിന് വീതി കുറയും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് എത്രത്തോളം സക്സസ് ആവുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഇത് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈനിങ്ങും നല്ല ക്ലോത്തോട് വെച്ച് തയ്ച്ചത്. അതല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് 2 ക്ലോത്തോട് ഞാൻ ഒരുപോലെ പതിപ്പിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അതായത് ബെൽറ്റിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ മെറ്റീരിയലിൻ്റെ സെൻറ്ററാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ബെൽറ്റിൻ്റെ മുകളിലെ ഭാഗം അതായത് ആ മടക്ക് വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അടുത്തായി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉടുപ്പിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ സിബും നെക്കും സ്ലീവ് അതായത് കൈക്കുഴിയുടെ ഭാഗവും നമ്മൾ 1/4 ഇഞ്ച് ഡിഫറൻസിൽ തയ്ച്ചെടുക്കണം. ഇതാ നമ്മൾ ഈ രീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചെടുക്കണം. നല്ല ഭാഗം പുറത്തേക്ക് ആവുന്ന രീതിയിൽ നമുക്കിത് തയ്ച്ചെടുക്കണം. അപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ നല്ല ശ്രദ്ധിച്ച് തന്നെ ആ രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ ഭാഗം തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളിതാ കറക്റ്റ് വീഡിയോയിൽ കാണിക്കുന്ന ആ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ബാക്ക് ഭാഗം തിരിച്ചിടുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ രീതിയിൽ തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് നല്ല ഭാഗം, അതായത് ലൈനിങ്ങിൻ്റെ ഭാഗവും നല്ല ഭാഗവും തിരിഞ്ഞ് തയ്ച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇപ്പോൾ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്ക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ നെക്കൊക്കെ തയ്ക്കുന്ന കൂട്ടത്തിൽ ഇത് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് തന്നെ വെച്ചിട്ട് നമുക്കിത് തയ്ച്ചു കൊടുക്കാൻ വേണ്ടി ഇതാണ്. അപ്പോൾ അത് നമ്മൾ ആ ഈ ഒരു ഫ്ലവർ വരുന്ന, അതായത് ലേസിൻ്റെ ആ ഭാഗം ഷോൾഡറോട് യോജിപ്പിക്കുന്ന ആ ഭാഗം 2 ലേസ് നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ഷോൾഡർ തയ്ച്ചു നോക്കിയാലും ആ ഭാഗം ഒന്ന് കുടുങ്ങിക്കിടക്കുന്നത്, അതായത് ഷോൾഡറിൻ്റെ ആ ഒരു ഗ്യാപ്പിനെയും കാട്ടും കുറച്ച് ടൈറ്റായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഫ്ലവർ ഭാഗം മാത്രം നമ്മളൊന്ന് ഉള്ളിലോട്ട് കയറ്റി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഷോൾഡർ തയ്ച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ ഇനി അത് നമ്മൾ ഷോൾഡർ നെക്കൊക്കെ തയ്ച്ച ഭാഗം ലേശം വിട്ടൊക്കെ പോയിട്ട് അത് നമ്മൾ ഈ തയ്ക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ഉള്ളിൽ കൂടി തയ്ച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടോ? അത് കണ്ടോ? നമ്മൾ ആ ലേസിൻ്റെ ആ ഭാഗം നമ്മൾ ഉള്ളോട്ട് വെച്ച് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ബാക്കിൽ കെട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് കറക്റ്റ് എനിക്ക് വോയിസ് ഇടാൻ എനിക്ക് അത്ര കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന രീതി എനിക്ക് അധികവും ഇങ്ങോട്ട് റെഡി ആവില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം 1 ഇഞ്ച് വീതിയാണ് നമ്മൾ മുകളിൽ കൊടുത്തത്. താഴോട്ടെത്തുമ്പം കുറച്ചുകൂടി വീതി കൂട്ടി ഈ പൂണ് രൂപത്തിൽ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഡിഫറൻസിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലെ പാർട്ടിൽ 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് വേണം ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കയറ്, അതായത് ഈ കെട്ട് വെക്കുന്ന ഭാഗം നമ്മളിതാ ഈ രീതിയിൽ കിട്ടണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോണ് പോലെ താഴോട്ട് ഒരുപോലെ നിൽക്കുന്ന ആ രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബാക്കിലെ പാർട്ടിൽ അളവെടുക്കുക. അതായത് നമ്മൾ ആദ്യം അളവ് 5.25 ഇഞ്ചാണ്. ഷേപ്പ് ഇല്ല കേട്ടോ, കറക്റ്റ് ചെസ്റ്റ് വണ്ണവും താഴെ എന്താ പറയുക ഷേപ്പ് വണ്ണും ഒരേ അളവ് തന്നെയാണ് വരുന്നത്. 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 5.25 ഇഞ്ചായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വണ്ണം കൂട്ടണം കൊണ്ട് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഒരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ താഴത്തെ ഭാഗത്ത് ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മുകളിലോട്ട് വേണം നമ്മൾ ഈ കെട്ട് ആ ഭാഗം നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ കെട്ടിൻ്റെ ഭാഗം ഉള്ളോട്ട് ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു താഴത്തെ ഭാഗം രണ്ടും ഒരേ രീതിയിൽ വൃത്തിയിൽ നിൽക്കുന്ന രീതിയിലൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ കെട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഇതുപോലെ കെട്ടിൻ്റെ ഭാഗം നമ്മൾ സെറ്റാക്കി വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സിബിൻ്റെ ഭാഗം, അതായത് സിബ് നമ്മൾ അറ്റാച്ച് ചെയ്യാണ്ട്, അപ്പോൾ അതും കറക്റ്റാക്കി നോക്കിയിട്ട് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാം. അടുത്ത നമ്മൾ താഴെ ഭാഗത്തേക്കുള്ള മെറ്റീരിയലാണ് എടുക്കുന്നത്. ഇപ്പോൾ ലൈനിങ് നമ്മൾ 2-2.5 ഇഞ്ച് അത് മണ്ണെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞൊറിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ലെങ്ത്ത് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 13 ഇഞ്ചാണ് നല്ല മെറ്റീരിയലിന്. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ ആകെ 12 ഇഞ്ചാണ് എടുത്തത്. തയ്യൽ തുമ്പടക്കം താഴെ ഭാഗം തേര് വശം കൊണ്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ മടക്കി തയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ 2 ഉടുപ്പിനുള്ളിൽ ഒരുമിച്ച് ലൈനിങ് കട്ട് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് നല്ല മെറ്റീരിയലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിടണം. നല്ല മെറ്റീരിയൽ നമുക്ക് 4 മീറ്ററുള്ളത് 2 ഉടുപ്പിനും നല്ലോണം കറക്റ്റായി കിട്ടും. 3 വയസ്സുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ. കാരണം 34 ഇഞ്ച് വിടുത്ത് ഈ മെറ്റീരിയലിന് വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ 13 ഇഞ്ച് ലെങ്ത്താണ്, താഴത്തെ ഭാഗത്തേക്ക് ലെങ്ത്താണ് വേണ്ടത്. അതിൽ നമ്മൾ 2 ഇഞ്ച് താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടും 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പും ടോട്ടൽ 2.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലെങ്ത്തൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് തെരുവശം താഴോട്ടാകുന്ന രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ താഴെ കട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മടക്കി തയ്ക്കാനുള്ള ഒരു ഭാഗം അതുപോലെ കട്ട് ചെയ്തിട്ട് അടയാളപ്പെടുത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് 4 മീറ്ററിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്തതിൻ്റെ ബാക്കി മൊത്തം നമ്മൾ ഞൊറിയിടാൻ വേണ്ടിയിട്ട് താഴത്തെ ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 3 മീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഞൊറിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 4 ഒക്കെ നമുക്ക് എത്ര ഞൊറിയിടുന്നോ അത്രയും നമുക്ക് ഉടുപ്പ് ഭംഗിയായി കിട്ടും. ഇനി നമുക്ക് എടുക്കേണ്ടത് സ്ലീവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചെറിയൊരു സ്ലീവ് കൊടുക്കാൻ വിചാരിച്ച് അപ്പോൾ അതുപോലെ നമ്മൾ 2 ഇഞ്ച്
ലെങ്ത് ആട്ടോ സ്ലീവിനുള്ളത് 2 ഇഞ്ചാണുള്ളത്. അതായത് ഇറക്കം 2 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് കൂടി കൂട്ടി 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് എന്താ പറയുക ലോക്ക് ചെയ്തെടുക്കണം. അത് 2 ഭാഗം കൂടി ഒരു ക്രോസ് കട്ട് മോഡലാണ് എടുത്ത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാ വണ്ണമൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം യോക്ക് ഭാഗം നമുക്ക് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആ യോക്ക് ഭാഗം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ റൗണ്ട് വരുന്നത് 24 ആണ്. അപ്പോൾ വെച്ചാൽ 4 ഭാഗവും 6 വെച്ചിട്ട് നമ്മൾ 24 ഇഞ്ച് റൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കണക്കാക്കിയിട്ട് ലൈനിങ്ങും നല്ല മെറ്റീരിയൽ നമുക്ക് ചെറിയ ഞൊറിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കിതാ നല്ല ഭാഗത്താണ് നമ്മൾ ഇത് ജോയിൻ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യോക്ക് ഭാഗം നമ്മൾ നല്ല ഭാഗം പുറത്തേക്കാവുന്ന രീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗം നമ്മളിതാ ചീത്ത ഭാഗം പുറത്തേക്കാവുന്നു. ഇനി നമുക്ക് ഈ യോക്കിൻ്റെ ഭാഗം ഈ മെറ്റീരിയലിൻ്റെ, അതായത് ഈ ഞൊറിയിട്ട മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത ശേഷം നമ്മളത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു 12, അതായത് 24 ഇഞ്ച് റൗണ്ടിലേക്കാട്ടും കൂടുതൽ ഒരു ഇഞ്ചൊക്കെ റൗണ്ട് കൂടുതൽ 1-2 ഇഞ്ച് റൗണ്ടൊക്കെ കൂടുതൽ നമുക്ക് ആ ഞൊറിയിട്ട ഭാഗത്തിനുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ കറക്റ്റൊന്നും അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇതാക്കി കൊടുത്താൽ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഞൊറിട്ട് കൊടുക്കരുത്. 4 ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ തന്നെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ തയ്ക്കുക. എന്നിട്ട് ലോക്ക് കൂടി ചെയ്ത് കൊടുത്താൽ നമ്മളെ ഉടുപ്പ് റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഉടുപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം വരുന്നിടത്തിൽ നമ്മളൊന്ന് പതിച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബെൽറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കണ്ട എന്ന് വെച്ചിട്ട്, അതല്ലെങ്കിൽ നമുക്കൊരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ ബട്ടൺ നമ്മളവിടെ തുന്നി കൊടുത്താലും മതി. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഇതിൽ സ്റ്റിഫ് നെറ്റും വെച്ച് കൊടുക്കാം കേട്ടോ, ഒന്നുകൂടി പൊന്തിയൊക്കെ നിൽക്കണമെങ്കിൽ. പക്ഷേ ഇതിൽ തന്നെ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്